സച്ചിൻ ചേട്ടനോടൊക്കെ ഇന്റർവ്യൂ ടൈമിലൊക്കെ ചോദിക്കുമ്പോഴും ഞാനും ഗോപികയാണ് ഏറ്റവും കൂടുതൽ അടി കൂടുന്നത്. ഇപ്പോഴും മോശമല്ല, സച്ചിനും മോശമല്ല. നിങ്ങൾ കാണുന്ന ആൾക്കാരല്ല ഇവർ രണ്ടുപേരും. രണ്ടുപേരുടെ കയ്യിലും നല്ല കുറുമ്പുണ്ട്. they are very different people outside. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു കുസൃതി കുടുക്കുകയാണ്. ഒരു വെരി സ്വീറ്റ് ഗേൾ. ആ കല്യാണം എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയത് മിട്ടുവിന്റെയും കൂടി കോൺട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ടാണ്. ഗോപിക ഭയങ്കര ബിസി ആയിരുന്നു, സാന്ത്വനം ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. എൻ്റെ 12th മുതലുള്ള എല്ലാ, അല്ലെങ്കിൽ അലോഷ്യസ് കോളേജ് മുതലുള്ള അവരാണ് കല്യാണം. ഇപ്പൊ അലോഷ്യസിലെ എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ്, പെൺപിള്ളേരൊക്കെ, അവരൊക്കെ നേരത്തെ വന്നിട്ട് അവരാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്യാൻ സഹായിച്ചു. രേണു, പുഞ്ചിരി, അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. കുക്കുവൊക്കെ, അങ്ങനെ ദേ ഓൾ വേറെ ടീം. പെൺകുട്ടികളുടെ ഞാൻ എടുത്തു പറഞ്ഞതെന്ന് വെച്ചാൽ അവരായിരുന്നു കൂടുതൽ ഓർഗനൈസിങ് സ്പേസിലുണ്ടായിരുന്നു. ഗോപിക അത് കല്യാണത്തിന്റെ തലേ ദിവസവും പറഞ്ഞു. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഷീ സെഡ് ഐ ഫീൽ സോ ബ്ലെസ്ഡ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഐ ഫീൽ സോ ബ്ലെസ്ഡ് എന്നുള്ളത് ആദ്യത്തെ 2 മാസം കഴിഞ്ഞപ്പോഴോ പറഞ്ഞപ്പോ ഐ ഫെൽറ്റ് വെരി സ്വീറ്റ്. എനിക്കൊന്ന് അഞ്ജുവിന്റെ ഡബിൾ ആണെന്ന് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുമ്പ് ആ സാന്ത്വനത്തിൽ കാണുന്ന കുറുമ്പൊന്നും അല്ല. ഞാനൊരു അവസ്ഥയിലാണ് അഞ്ജുവിന്റെ ഭർത്താവ് ജി പി ആണ്. അല്ല, ഗോപികയുടെ ഭർത്താവ് ജി പി ആണ്. അഞ്ജുവിന്റെ ഭർത്താവ് ശിവനാണ്. എനിക്ക് ഡിസ്നി ഹോട്ട്സ്റ്റാറിന്റെ ഒരു വെബ് സീരീസ് വന്നു കല്യാണത്തിന് തൊട്ട് മുമ്പായിട്ട്. പക്ഷെ ഞാനത് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് കല്യാണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ് വാസ് എ ഹ്യൂജ് പരിപാടി. ഞാൻ എന്റെ തെലുങ്ക് പടം മാറ്റി വെച്ചു, ഈ ഡിസ്നി ഹോട്ട്സ്റ്റാർ മാറ്റി വെച്ചു, ഞാൻ സ്ഥിരം ചെയ്യുന്ന പരസ്യങ്ങൾ മാറ്റി വെച്ചു. ഒരിക്കലും ഞാൻ ഒന്നിനും മാറ്റി വെക്കാത്ത സാധനമാണ് ആ ഏരിയ. കാരണം അതാണ് എൻ്റെ എല്ലാം. പക്ഷെ എനിക്ക് കല്യാണം വാസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് അതെന്റെ ലൈഫിൽ ഒരു വലിയ ഒരു മൈൽ സ്റ്റോൺ സ്പേസ് ആയതുകൊണ്ട്. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത്ത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ജിപി ചേട്ടാ, ദ കെന്ന ഷോയില് ഞാൻ ഒരു പുതിയ സംഭവം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓഡിയൻസ് കണക്ട് എന്നാണ്. കാരണം ഇവിടെ വരുന്ന ഗസ്റ്റ് മുൻകൂട്ടി നമ്മൾ ഓഡിയൻസിനോടൊക്കെ പറയും. അപ്പൊ അതിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യും. അവർക്ക് ഈ ഒരു ഗസ്റ്റിനോട് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. അവർക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇന്ന് ജിപി ചേട്ടനോട് ക്വസ്റ്റ്യൻ ചോദിക്കാനും ജിപി ചേട്ടനോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചേച്ചിയാണ് അച്ചമ്മയെത്തി. അപ്പൊ നമുക്ക് പോയാലോ കോളിലേക്ക്? ഹലോ ഹലോ. കേക്കാം. ഞാൻ കെന്നയാണ് സംസാരിക്കുന്നത്, ദ കെന്ന ഷോയിൽ നിന്ന്. ഹായ്, സുഖാണോ? സുഖായിട്ടിരിക്കുന്നു. ഓക്കെ, എനിക്ക് നല്ല സുഖായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ദേ ചേച്ചി പറഞ്ഞ പോലെ ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട ജിപി ചേട്ടൻ ഗോവിന്ദ് പത്മസൂര്യ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ജിപി ചേട്ടൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുവാണേ. ഓക്കെ. നമസ്കാരം. നമസ്കാരം. നന്നായിരിക്കുന്നു, സുഖായിരിക്കുന്നു. അവളെ ഇടയ്ക്കൊരു ഗ്യാപ്പ് കൊടുത്തിരുന്നു. അപ്പൊ നമ്മുടെ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുത്ത ആളൊന്ന് കറങ്ങി വരട്ടെ എന്നും പറഞ്ഞിട്ട്. എനിക്കും സ്വാഭാവികം. നന്നായിരിക്കുന്നു, സുഖായിരിക്കുന്നു. എന്ത് ചെയ്യുന്നു? വീട്ടിൽ തന്നെ. ഓ, അടിപൊളി. എവിടെയാ വീട്? കോട്ടയം. ശരി. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? ഓക്കെ, കോട്ടയത്താണല്ലേ? ഓക്കെ. അപ്പൊ ചേച്ചി, ഹലോ. ചോദിക്കൂ. ശരി. അതായത് ഈ സ്വാതന്ത്ര്യ സീരിയലിനകത്ത് അഞ്ജു എന്ന് പറഞ്ഞ ക്യാരക്ടർ കാണാ, ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട്. കുറച്ച് കുറുമ്പുള്ള ഹസ്ബൻഡിനോട് ഭയങ്കര സ്നേഹവും, ഹസ്ബൻഡിനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറ്റമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന ഒരു കഥാപാത്രമാണ്. റിയൽ ലൈഫിലുള്ള അഞ്ജു എങ്ങനെയാണ്? എനിക്കൊന്ന് അഞ്ജുവിന്റെ ഡബിൾ ആണെന്ന് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുമ്പ് ആ സാന്ത്വനത്തിൽ കാണുന്ന കുറുമ്പൊന്നും അല്ല.
ഞാനൊരു അവസ്ഥയിലാണ് അച്ഛമ്മ. പുറത്ത് കാണിക്കുന്നില്ല. അതിന്റെ ഒരു ടീസറാണ് ബർത്ത്ഡേക്ക് ഞാൻ പുറത്തു വിട്ടത്. പക്ഷെ ഭയങ്കര സ്വീറ്റ് ആണ് കേട്ടോ ആളുടെ കുറുമ്പുകൾ നിങ്ങൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്താണ്. പക്ഷെ സ്നേഹവും അതേപോലെ തന്നെയാണ്. വളരെ അങ്ങനെ ആവുമ്പോഴാണല്ലോ ഇങ്ങനെ നമുക്ക് ഇത്രയും റിലാക്സ്ഡ് ആയിട്ട് ഇതുകൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആള് ഭയങ്കര, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, ഏറ്റവും പ്യുവർ ആൻഡ് ജെനുവിൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഗോപിക എന്ന് പറയുന്നത്. പക്ഷെ കുറുമ്പുകൾക്കൊന്നും ഒരു മയവുമില്ല. എന്തായാലും നല്ല സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ. താങ്ക് യു സോ മച്ച്. പടത്തിന്റെ പാട്ട് കണ്ടിരുന്നു. താങ്ക് യു സോ മച്ച്. ഓ മനോരാജ്യം കാണണം കേട്ടോ, August 30. ഓ സന്തോഷം. August 30 ആ പാട്ട് പോലെ തന്നെ സിനിമയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വിനീത് ശ്രീനിവാസൻ നന്നായി പാടി വെച്ചൊരു പാട്ടാണ്. അപ്പൊ അതിന്റെ വിഷ്വലൊക്കെ കണ്ട പോലെ ഓസ്ട്രേലിയക്ക് നിങ്ങൾക്ക് നന്നായിരുന്നു കാണാം. നല്ല മനോഹരമായ വിഷ്വലൊക്കെയാണ്. എന്തായാലും ഞങ്ങൾ പോയി കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ശരി ശരി. അപ്പൊ ചേച്ചി ഓക്കെ, താങ്ക് യു സോ മച്ച്. ചേച്ചി വെച്ചിട്ട് സോ എന്താ പറയാ, GP ചേട്ടനും ഓഡിയൻസ് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ പ്രേക്ഷകർ ഭയങ്കരമായിട്ട് ഏറ്റെടുത്ത പോലെ തന്നെയാണ് നമ്മുടെ ഗോപിക ചേച്ചിനെ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ ആ ചേച്ചിയുടെ വാക്കിലൂടെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇപ്പൊ കാണുമ്പോഴും ഗോപികയെ കുറിച്ചാണ്. അതെ അതെ, ആളുകൾ വരുമ്പോഴും ഗോപികയോടാണ് ആൾക്കാർക്ക്. അതെ അതെ അതെ. കാരണം ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്നൊരു ജസ്റ്റ് ഒരു 5-6 മാസമായിട്ടല്ലേ ഉള്ളത് കഴിഞ്ഞിട്ടും. പണ്ട് റിയാലിറ്റി ഷോ പോലെ തന്നെ എനിക്ക് എന്റെ ഡിഫോൾട്ട് ഡാൻസ് സമയങ്ങൾ ഓർമ്മ വരും. ഗോപികയുടെ അടുത്ത് ആൾക്കാർ പോയിട്ട് ഫോട്ടോസ് എടുക്കുന്നത് കാണാം. കാരണം ഇപ്പം എന്റെ ഗ്രാൻഡ് മദറും സീരിയൽ എല്ലാ സീരിയലും കാണുന്നതാണ്. അപ്പൊ ഞാനും പോയിരിക്കുമ്പോൾ ഞാനും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഒരു സീരിയലാണ് സ്വാതന്ത്ര്യം. ശിവാഞ്ജലി കോംബോ അതൊക്കെ ഞങ്ങൾക്ക് നല്ല പെർഫോമൻസ് ആണ്. നമ്മളൊക്കെ സീരിയലിനെ കുറിച്ച് എനിക്കൊക്കെ ഒരു മുൻധാരണകൾ ഉണ്ടായിരുന്നു. സത്യം. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ സാന്ത്വനം എന്നൊക്കെ പറഞ്ഞപ്പോ സീരിയൽ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെയാ വിചാരിച്ചിരുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഗോപിക മാത്രല്ല സജിൻ എന്തൊരു നല്ല പെർഫോമറാ. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഞാൻ സജിന്റെ അടുത്ത് പറയൂ, അതാ നിങ്ങളൊരു സിനിമ സ്പേസിൽ നാച്ചുറൽ ആക്ടിങ് അത്രയും ഗംഭീര പെർഫോമറാണ് നിങ്ങൾ സിനിമ ചെയ്യുന്ന. ബാലേട്ടൻ, ദേവെടുത്തി, ഇപ്പൊ എല്ലാവരുടെ അവരുടെ പേരുകളൊക്കെ ഞങ്ങളുടെ മനസ്സിലാവും. അവരെല്ലാവരും നല്ല പെർഫോമൻസ്. ആ സീരിയലും ഭയങ്കര ഒരു, ഞാൻ കണ്ട പല സംഭവങ്ങളിലും നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ വളരെ തന്മയത്വത്തോടു കൂടിയുള്ള മുഹൂർത്തങ്ങളും ഒക്കെ നിറഞ്ഞൊരു സംഭവമാണ്. അതെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇതുപോലെ തന്നെ ഒരു സ്വാതന്ത്ര്യം വന്നു കഴിഞ്ഞപ്പോഴാണ് സീരിയലിലേക്ക് ഒരു പ്രീ ജഡ്ജ്മെന്റ് ഒക്കെ അവസാനിച്ചത് എനിക്ക് തോന്നുന്നു. അതിന് മുന്നേ ബോയ്സ് ഒന്നും ഇങ്ങനെ സീരിയൽ കാണാറില്ല. ബോയ്സ് ഒരുപാട് കാണാറുണ്ടല്ലേ? അതും എനിക്ക് ഭയങ്കര, അവള് പറയാറുണ്ട് ഇങ്ങനെ ഈ ബൈക്ക് റൈഡേഴ്സ് ഇവിടെ ചോദിച്ചപ്പോ ഈ റൈഡർ ക്ലബ് ഒക്കെ ഉണ്ടാവുമല്ലോ, ബുള്ളറ്റ് ഒക്കെ ഓടിച്ചു പോകുന്നത്. ഇവരിവിടെ ഷൂട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ റൈഡർ ക്ലബിലുള്ള എല്ലാ പിള്ളേരും വന്നിട്ട് ഇവളുടെ കൂടെ ഫോട്ടോ എടുത്തിട്ട് സീരിയൽ കാണാറുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു സെഗ്മെന്റ് ഓഫ് ഓഡിയൻസിലേക്ക് സാന്ത്വനം സീരിയൽ പോകുന്നത്. പിന്നെ നിർത്താൻ പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ കുറെ ട്രോളുകൾ കണ്ടു. അതൊക്കെ ബോയ്സാ, അയ്യോ ശിവട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര രസമായി തോന്നി. ഞാൻ പറഞ്ഞത് വലിയ ഭാഗ്യമാണോ, കാരണം സീരിയൽസ് ഒക്കെ സ്ത്രീകൾ, പെൺകുട്ടികൾ എന്ന് പറയുന്ന ഓഡിയൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇത്രയും യങ്ങർ ക്രൗഡ് ഓഫ് ബോയ്സിലേക്ക് എത്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല അതാ പറഞ്ഞേ, ഇപ്പൊ ഞങ്ങളൊക്കെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സീരിയലാണ് സ്വാതന്ത്ര്യം. എന്തോ പ്രത്യേക ഒരു കണക്ഷൻ ആണ് അവരായിട്ട്. ഇപ്പൊ ഡെയിലി ഒരു 7 o'clock ഏഷ്യാനെറ്റ് തുറക്കുമ്പോഴത്തേനും ബാലേട്ടനായാലും ദേവെടുത്തിയായാലും അവരുടെ ഒരു രസം, അവരെ നമ്മൾ ആക്ട് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ സീരിയലായിട്ട് ഒരിക്കലും സ്വാതന്ത്ര്യം നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വന്നില്ല എന്നുള്ളതാണ് അത് യഥാർത്ഥമായ സത്യം. പിന്നെ ഇന്റർവ്യൂ നമ്മളിപ്പോ ഓഡിയൻസ് ഭയങ്കര സെൻസിബിളാ. അവര്, ഞാൻ ചില കമന്റ്സ് ഒക്കെ, എനിക്ക് കമന്റ്സ് പൊതുവെ വായിക്കാൻ ഇഷ്ടമുള്ള വ്യക്തി. അപ്പൊ യൂട്യൂബിലൊക്കെ ഇപ്പൊ ചില സാധനങ്ങൾ വരുമ്പോഴേ അവരുടെ എന്തൊരു ഇന്റലിജന്റാ ഈ ഓഡിയൻസ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോവും. അവരതിനെ വിലയിരുത്തുന്നതും ചില സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നാറുണ്ട്. അപ്പൊ ഞാൻ പറയും ചെയ്യടോ, എന്തൊരു സെൻസിബിൾ ആയിട്ടുള്ള ഓഡിയൻസാ. അവളുടെ ഫാൻസും അതെ, എന്തൊരു ജെനുവിൻ സെൻസിബിൾ ആയിട്ടുള്ള ഒരു സ്പേസിൽ നിൽക്കുന്ന ഫാൻസ് ആണെന്ന് അറിയാം. എസ്പെഷ്യലി ഗോപികയുടെ ഫാൻസ് ഒക്കെ അങ്ങനത്തെ ഒരു തോന്നിയിട്ടുണ്ട്. ലൈക്ക് ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഗോപിക ആ രീതിയിൽ. ഇങ്ങനത്തെ ഒരുപാട് നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ തന്നെ അതിനെ നമ്മളെക്കാൾ കൂടുതൽ ആഘോഷിക്കാനുള്ളൊരു ഒരു ആർമി തന്നെ ഉണ്ട് അവൾക്ക്. അതെ അതെ, ആ കോംബോ തന്നെ ശിവാഞ്ജലി കോംബോ തന്നെ പേജുകളാണ്. എത്ര പേജുകളാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു
അവരുടെ ഓരോരോ കട്ട്സ് ഒക്കെ ഇട്ട് അവള് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു update ഇതൊക്കെ ചിലപ്പോ കുറച്ച് കഴിഞ്ഞാൽ മറക്കും. ഞാൻ പറഞ്ഞു ഇതൊന്നും ഒരിക്കലും മറക്കുന്നില്ല. ഇന്റർനെറ്റ് ഉണ്ടാവുന്ന കാലം മുതൽ കാലം വരെ ഇതൊക്കെ തനിക്ക് ഉണ്ടാവും. തന്റെ കൂടെ ഒരു യാത്ര ചെയ്യും തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ചേച്ചി അല്ലെങ്കിൽ സച്ചിൻ ചേട്ടനോടൊക്കെ ഇന്റർവ്യൂ ടൈമിലൊക്കെ ചോദിക്കുമ്പോഴും ഞാനും ഗോപികയാണ് ഏറ്റവും കൂടുതൽ അടി കൂടുന്നത്, അല്ലെങ്കിൽ എപ്പോഴും ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ട് പുറകെ നടക്കുന്നത്. ഇവളും മോശമല്ല സജിനും മോശമല്ല. നിങ്ങൾ കാണുന്ന ആൾക്കാരല്ല ഇവർ രണ്ടുപേരും. ഞങ്ങളുടെ രണ്ടുപേരുടെ കയ്യിലും അങ്ങനത്തെ ഒരു രണ്ടുപേരുടെ കയ്യിലും നല്ല കുറുമ്പുണ്ട്. ദേ ആർ വെരി ഡിഫറെന്റ് പീപ്പിൾ ഔട്ട്സൈഡ്. അപ്പം ഇവര് ഭയങ്കര വേറെ തന്നെ ക്യാരക്ടേഴ്സാ രണ്ടുപേർക്കും. പക്ഷെ അവര് രണ്ടുപേരും ഭയങ്കര ഇൻട്രോവേർട്സാ. അവർക്ക് സോഷ്യൽ ആങ്സൈറ്റി രണ്ടുപേർക്കും ഉണ്ട്. അവർക്ക് മീഡിയയോടുള്ള ഒരു പേടി രണ്ടുപേർക്കും ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു എലമെന്റ് ഉണ്ട്. അപ്പൊ അവര് ഭയങ്കര സോബറാവും ഇന്റർവ്യൂസിലൊക്കെ. സജിന്റെ വൈഫായിട്ടും നല്ല കണക്റ്റഡ് ആണ്. പിന്നെ ഗോപികയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ. അതെ, നിങ്ങളുടെ എല്ലാ ഫംഗ്ഷനിലും നിറ സിസ്റ്റേഴ്സ്. മിട്ടു എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഷഫ്നിയും ഗോപിയൊക്കെ. മിട്ടുവിന്റെ കാര്യം പറഞ്ഞപ്പോഴാ സിസ്റ്റർ ഉണ്ടല്ലോ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു കുസൃതി കുടുക്കുകയാണ്. ഒരു വെരി സ്വീറ്റ് ഗേൾ. എന്ന് വെച്ചാ മിട്ടും കുറച്ച് നാൾ മുന്നേ ഫേമസ് ആയിരുന്നല്ലോ പണ്ടത്തെ. അതെ അതാണ്. ആ കല്യാണം എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയത് മിട്ടുവിന്റെ കൂടി കോൺട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ടാണ്. ഗോപിക ഭയങ്കര ബിസി ആയിരുന്നു സാന്ത്വനം ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, ഹലോ 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 അതെ കെന്നെയാണല്ലോ. മുമ്പ് വിളിച്ചപ്പോഴേ എന്റെ മോളാണ് എടുത്തത് ഫോണെ. ഓക്കെ ആന്റി പറ. പിന്നെ എനിക്ക് പിന്നെ ഇപ്പൊ മോളാണ് സംസാരിച്ചത്. പക്ഷെ എനിക്കും സീറ്റേഡ് സംസാരിച്ചു. ആന്റിയുടെ മോളായിരുന്നു മുന്നേ വെച്ച ഫോൺ വിളിച്ചത്. അപ്പൊ എനിക്കും ജീപ്പി ചേട്ടനോട് സംസാരിക്കണം. ഞാൻ ജീപ്പി ചേട്ടൻ്റെ ആന്റി അച്ചാമ്മ ആന്റിയുടെ. നമസ്കാരം. ഹലോ 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 കേക്കുന്നുണ്ട്. അഞ്ജുവിന്റെ ഭർത്താവ് ജി പി ആണ്. അല്ല, ഗോപികയുടെ ഭർത്താവ് ജി പി ആണ്. അഞ്ജുവിന്റെ ഭർത്താവ് ശിവനാണ്. അതെ അതെ, ഞാൻ ഗോപികയുടെ ഭർത്താവ് ജി പി. വളരെ ഇഷ്ടപ്പെട്ട സീരിയലായിരുന്നു. പക്ഷെ ഇപ്പൊ സാന്ത്വനം ഇറങ്ങിയെങ്കിലും അതിനകത്ത് ഇവരെ ആരെയും കാണുന്നില്ല. അപ്പൊ ഗോപികനെ ഇനി സീരിയലിൽ അഭിനയിക്കാനായിട്ട് വിടൂല്ലേ, അല്ലെങ്കിൽ സിനിമയിൽ മാത്രമേ അഭിനയിപ്പിക്കുള്ളൂ? അല്ല, ഞാനല്ല ഗോപികനെ സാന്ത്വനത്തിൽ അഭിനയിപ്പിച്ചത് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ എനിക്ക് അതുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. അതൊക്കെ ഗോപികയുടെ സ്വന്തം തീരുമാനങ്ങളാണ്. ഞാൻ വേണമെങ്കിൽ ചോദിച്ചിട്ട് പറയാം, ഇനി സീരിയൽ ചെയ്യില്ലേ സിനിമ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളൂ. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കാറ് പോലും ഇല്ല. രണ്ടിറങ്ങി. അപ്പൊ ഇനിയിപ്പോ സജിനി ഒക്കെ വിടാത്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ. സജിനിയും രാജീവേട്ടനെയും ഒന്നും വിടാത്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാലേട്ടനെയും ശിവനെയും ഒരാളും വിട്ടില്ല അല്ലേ? ഒരാളും കിട്ടുന്നില്ല. അതിപ്പോ എനിക്ക് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ എനിക്ക് അതിന്റെ പിന്നിലുള്ള പരിപാടി എന്താന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. എനിക്കതുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. ഞാൻ പാവം ഒരു വഴിപോക്കൻ അറിയാതെ ആ സമയത്ത് വന്നു വിട്ടതാണ്. എനിക്ക് ശരി. അത് നമ്മൾ ഏഷ്യാനെറ്റിന്റെ ഓഫീസുമായി ബന്ധപ്പെടുന്നത് നന്നായിരിക്കും. അല്ല, ഇതിപ്പോ ഞാൻ പിടിച്ചു വെച്ചിട്ടും വിടാത്തതൊന്നും അല്ല. എനിക്കിതിൽ ഒരു പങ്കുമില്ല. അത് ഗോപികയുടെ തീരുമാനമാണ്. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഗോപിക ഇനി സീരിയൽ ചെയ്യോ സിനിമയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പരസ്യങ്ങൾ ചെയ്യോ എന്നുള്ളത് ഗോപികയുടെ പൂർണ്ണമായിട്ടുള്ള തീരുമാനമാണ്. ഞാനതിൽ ഇടപെടാറേ ഇല്ല. ഞാൻ എന്തായാലും സീരിയൽ ചെയ്യുന്നില്ല. അല്ല, ഞാനത് അങ്ങനെ ചോദിക്കേണ്ടി തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ ഗോപിക എന്റെ അടുത്ത് പറഞ്ഞത് എന്താ വെച്ചാൽ സാന്ത്വനം ചെയ്തു കഴിഞ്ഞല്ലോ, പിന്നെ അവരുടെ കൂട്ടുകാരൊന്നും അതിനകത്ത് ഇല്ല എന്നുള്ളതുകൊണ്ട് പിന്നെ ഗോപിക മാത്രമായിട്ട് എന്തിനാണ് പോകുന്നത് എന്നുള്ളതായിരിക്കാം. അവരാരും ഇല്ല. അതാണ് ഇപ്പൊ നമുക്കിപ്പോ എന്താണ് ഇപ്പൊ ഇവരെല്ലാരും വെച്ചൊരു പരിപാടി ചെയ്താലോ? അല്ല, ഇവരെല്ലാരും വെച്ചപ്പോ ഒരു പരിപാടി വേണം. അതല്ല ഇപ്പൊ നമ്മുടെ ആവശ്യം. അതാണ് അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇപ്പൊ എന്നെ കൊണ്ട് കൂട്ടി കൂടൂല, എന്നാലും
അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം അല്ലേ, അല്ലാതെ ഇപ്പൊ നമുക്കൊന്നും നോക്കാന്ന് പറഞ്ഞപ്പോ മാത്രം പോരാ. ആഹാ അതാണ് അല്ല നിങ്ങൾ ഇത് സാന്ത്വനം ടീം ആണ് ഇതിന് ഉത്തരം പറയുന്നത്. ഓരോ ദിവസം എപ്പിസോഡ് വരുമ്പോഴും അവരുടെ എന്തെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷയോട് ഭയങ്കര പ്രശ്നമായിട്ടത് ഇത്. ശരി, ഞാൻ ഇതുപോലെ ഗോപികയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എനിക്കല്ലാതെ ഞാൻ പറയും അല്ല പിന്നെ അങ്ങനെ പാടില്ലല്ലോ. അത് ശരി, അത് ഞാൻ എന്തായാലും പറയാം. അല്ലാതെ ഇന്നത്തെ എപ്പിസോഡിലും ഇല്ലേ? അത് ശരി. അപ്പൊ അല്ല എന്താ ചേച്ചി ഇങ്ങനെ എല്ലാ ദിവസവും പ്രതീക്ഷിച്ച് നിൽക്കണ്ട. എനിക്ക് തോന്നുന്നില്ല അവര് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ അത് ഞാൻ വിടാനിട്ടല്ല, അവരെല്ലാരും കൂടെ തീരുമാനിച്ചതാണ് എന്ന് തോന്നുന്നു. അവര് ആ രണ്ടാം ഭാഗം ചെയ്യുന്നില്ല എന്നുള്ളത്. എനിക്ക് അതുമായിട്ട് ഒരു പങ്കുമില്ല കേട്ടോ. ഇത് നിക്കണ സമയത്ത് അറിയാതെ എന്റെ കല്യാണം വന്നു പോയതാണ്. ഈ കല്യാണത്തിന്റെ ഡേറ്റ് അല്ല, ഇത് കല്യാണത്തിന്റെ ഡേറ്റ് തീരുമാനിച്ച സമയത്ത് ഈ ഈ ഈ സീരിയലിന്റെ അവസാന ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ നിശ്ചയത്തിന്റെ ഒരാഴ്ച മുമ്പെയാണ് അതിന്റെ സംവിധായകൻ മരിച്ചുപോയത്. അപ്പൊ തന്നെ നിശ്ചയത്തിന് നമ്മൾ കല്യാണം തീരുമാനിക്കുമല്ലോ. ആ സമയത്തും സാന്ത്വനം നിർത്താന്നുള്ളത് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ മാസാവസാനം കൊണ്ടേ കല്യാണം വെച്ച് തന്നെ സാന്ത്വനം ഷൂട്ട് 22-ാം തീയതി വരെ എപ്പോഴും ഉണ്ടാവേ. അപ്പൊ അത് കഴിയുമ്പോ ഒരു 8 ദിവസം ഗ്യാപ്പ് കിട്ടുമല്ലോ. എന്നിട്ട് ഇപ്പൊ ആ സമയത്ത് ഷൂട്ട് ഉണ്ടെങ്കിലും പ്രിപ്പയർ ചെയ്യാനൊക്കെ കുറച്ച് ദിവസം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ജനുവരി 28-ാം തീയതി കൊണ്ട് കല്യാണം വരെ വെച്ചത്. ഇവരിത് 27-ാം തീയതി കൊണ്ട് നിർത്തുന്നത് എനിക്ക് സത്യം പറഞ്ഞ ഇതിൽ ഒരു പങ്കുമില്ല കേട്ടോ. ഓക്കെ ചേച്ചി, എത്ര സ്വീറ്റ് ആയിട്ടുള്ള ഓഡിയൻസ്. ഇത് ഈശ്വരാനുഗ്രഹമാണ്. ഇത് എന്തൊരു ജെനുവിൻ സംഭവം. ഇത് ഇവരോട് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് നമുക്ക് ഇതേ പറയാൻ പറ്റുള്ളൂ. അവരുടെ അടുത്ത് നമുക്ക് വെട്ടൊന്ന് മുറി രണ്ട് പോലെ കാര്യം സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ അവര് പറഞ്ഞു കേട്ടില്ലേ, കല്യാണത്തിന് ഇതൊന്നും നേരത്തെ തീരുമാനിക്കില്ലല്ലോ, ലോജിക്കലാണ്. പക്ഷെ അത് ജെനുവിൻ ആയിട്ടുള്ള കല്യാണത്തിന്റെ ഡേറ്റ് തീരുമാനിച്ച സമയത്ത് സാന്ത്വനം കഴിയും എന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ ഹണിമൂൺ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ യൂറോപ്പും ജർമ്മനിയും സ്വിറ്റ്സർലാൻഡും ഫ്രാൻസും ഒക്കെ പോയിട്ടുള്ള അമേരിക്കൻ വിസ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാനഡയിൽ പോയിട്ടുള്ള ആളാണ്, ഓസ്ട്രേലിയയിൽ പോയിട്ടുള്ള ആളാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ പോകണമെങ്കിൽ നമുക്ക് വിസ നേരത്തെ 3 months മുമ്പേ എടുത്തു വെക്കണം. ഞങ്ങൾ അങ്ങനെ ഒരു പരിപാടിക്കും പോയില്ല. ഞങ്ങൾ പോയ എല്ലാ രാജ്യങ്ങളും നേപ്പാൾ വിസ ഓൺ അറൈവലാണ്, ഹോങ്കോങ്, മക്കാവ്, മലേഷ്യ, ദുബായ്, ഇതൊക്കെ 4-5 ദിവസം കൊണ്ട് വിസ കിട്ടുന്നോ വിസ ഓൺ അറൈവൽ കൺട്രീസാ. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ ടൈം ടുഗെദർ കിട്ടും എന്നുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോ ഞങ്ങൾ ആദ്യം തന്നെ ഒരു കുറച്ചൊരു യൂറോപ്പ് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ നേരത്തെ ആലോചിച്ചാണ്. അതുപോലും അതാണ്. പക്ഷെ ഇത് ജെനുവിൻ ആയിട്ടുള്ള കാര്യം കൂടിയാണ്. അതാണ് എനിക്ക് അത് കേട്ടപ്പോഴാണ് വിഷമം. അതുവരെ ഞാനും ഒരു കുസൃതി സ്പേസിലായിരുന്നു. അവരെല്ലാ ദിവസവും ഇന്നും കണ്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇതിന്റെ സീരിയസ്നെസ് എനിക്ക്. അതുവരെ ഞാനും അതിന്റെ ഒരു കൗതുകത്തിൽ പോവുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈം എടുത്തത്. അവർക്ക് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എന്ന് എനിക്ക് തോന്നിയതും അതുകൊണ്ടാണ്. അവർക്ക് 100 വിടാത്തതാണ്. ടെക്നിക്കാലിറ്റി പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏഷ്യാനെറ്റിന്റെ ടെക്നിക്കാലിറ്റിയോ ഒരു ആക്ടറിന്റെ കരിയർ ചോയ്സോ അവർക്ക് മനസ്സിലാവില്ലല്ലോ. ഈ ചേച്ചിനെ പോലെ തന്നെ 100ഓളം മെസ്സേജസും കോൾസ് ഒക്കെ ഗോപിക ചേച്ചിക്കും വന്നിട്ടുണ്ടാവില്ലേ? എങ്ങനെ എവിടെ കണ്ടാലും എന്താ സാന്ത്വനം 2 ഇല്ലാത്ത ആ പേര് അത് തന്നെ അവർ റിപ്പീറ്റ് ചെയ്തതാണ് ഇവർക്ക് പണിയായത്. അതെ സ്വാതന്ത്ര്യം 2 നമ്മളെല്ലാരും പ്രതീക്ഷിക്കുന്നുണ്ട് ഇവരൊക്കെ തന്നെ ആയിരിക്കും അല്ലെ. ഇനിയും എനിക്ക് റിലേറ്റബിൾ ആണ്. കാരണം ഡിഫോ ഡാൻസ് 3 ഒക്കെ ഉണ്ടായ സമയത്ത് എനിക്ക് എത്ര പേര് മെസ്സേജ് ചെയ്തിരുന്നു, ജിപിയോടെ ജിപി എന്താ വരാത്ത്, ജിപി പോയോ. പക്ഷെ കാലക്രമേണ അത് മാറും. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇപ്പൊ ഡിഫോ ഡാൻസിന്റെ ഒരു സീസൺ വന്നു കഴിഞ്ഞാൽ ഒരാളും ചോദിക്കില്ല ജിപി എവിടെയെന്ന്. ലൈക്ക് അത് മാറും. അതേപോലെ കുറെ സാന്ത്വനം വന്നു കഴിഞ്ഞാൽ 3ഉം 4ഉം 5 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവര് എവിടെയെന്ന് ചിന്തിക്കൽ ചിലപ്പോൾ മാറും. ഇവരെ മറക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. സാന്ത്വനത്തിൽ എന്താ അവരില്ലാത്തെന്നുള്ളത് ചിലപ്പോൾ മാറിയിരിക്കും. പിന്നെ അവരുടെയും ജേർണി ഇനി നെക്സ്റ്റ് ജേർണി ആണല്ലോ. ഇറ്റ്സ് ടൈം ഫോർ ദം ടു മൂവ് ഓൺ. ഇപ്പൊ D4 കഴിഞ്ഞപ്പോ എനിക്ക് മൂവ് ഓൺ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ തമിഴിലേക്കും തെലുങ്കിലേക്കൊക്കെ പോയത്. അതുപോലെ അവർക്ക് മൂവ് ഓൺ ചെയ്യണം എന്നുള്ള ഉണ്ടാവുമല്ലോ, ഒരു കരിയർ ചോയ്സ് ആണ്. അത് അവളാണ് പറയേണ്ടത്. ഇപ്പൊ ജിപി ചേട്ടാ, നെക്സ്റ്റ് നമ്മളൊരു ഗെയിമിലേക്കാണ് പോകുന്നത്. നമ്മുടെ സ്ക്രീനിൽ കുറച്ച് പിക്സ് ഒക്കെ കാണിക്കും. അപ്പൊ ആ പിക്സ് കണക്ട് ചെയ്യുന്നത് ഒരു മൂവിയാണ് ആ പിക്സിന്റെ ഉള്ളിൽ ഹൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പിക്ക് ഇതാണ്. മമ്മൂക്ക, കാവ്യമാധവൻ, പിന്നെ ജീനി ആ സംഭവം. ഇത് ഒരു മൂവിയുടെ പേരാണ്. അത് 2 രീതി പറയാം. ഇതിന്റെ കണ്ടന്റ് വെച്ച് പറയാം,
അല്ലെങ്കിൽ ഇപ്പൊ മമ്മൂക്കാന്ന് വെച്ചാൽ മാ വെച്ച് അങ്ങനെ തുടങ്ങണോ അതോ കണ്ടന്റ് വെച്ച് പറഞ്ഞാൽ മതിയോ? കണ്ടന്റ് വെച്ചാ. ഫോർ എക്സാമ്പിൾ പട്ടണത്തിൽ ഭൂതമാണ് ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു. ആ യെസ്, അതാണ് ഉത്തരം. അതാണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ്. കാറ്റ് ആൻഡ് മൗസോ അങ്ങനെ ഒരു ഗെയിം അല്ല? അല്ല. ആ അയ്യോ, എനിക്ക് ഇത് ഈസി. ഇത് കണ്ടന്റ് വെച്ചൊന്ന് ആലോചിച്ച് ആ നോക്ക്. പഞ്ചാബി ഹൗസ് അല്ലേ? അല്ല പഞ്ചാബി ഹൗസ് അല്ല, മറ്റേ പറക്കുന്ന കളിയാ. ആ യെസ്, മാറിപ്പോയതാ, സോറി. ഓക്കെ ഓ ആ സ്പെരോ കൊരങ്ങ കോയിന്റെ മണം കിളിക്കം. ഇപ്പൊ എനിക്ക് പിടി കിട്ടി, സാധനം കിട്ടി. മൈ സ്റ്റോറി ആണോ? എൻവലപ്പ് ഉള്ള അല്ല, മൊയ്തീൻ ആയിരിക്കും. കത്തൊക്കെ അല്ലേ? എന്ന് നിന്റെ മൊയ്തീൻ. മുണ്ട് മീശമാധവനായിരിക്കും. അല്ല ലയനാണോ? അല്ല, മുണ്ട്. ഓ മുണ്ട്, അത് പറയരുത്, ഞാൻ പറഞ്ഞോളാം, കുഴപ്പമില്ല. തിളക്കം. ഓക്കെ, അതാണ്. ആ തേന്മാവൻ കൊമ്പത്ത്. പറഞ്ഞു കൊടുക്കല്ലോ. ആ ഇത് മറ്റേ നന്ദനം. ഓഹോ മറ്റേ ഈ പുഴയും കിടന്ന് ചാർലി. അല്ല എനിക്ക് ആദ്യം ഇതെന്താ സംഭവം ചിലപ്പോ നമ്മൾ ഉണ്ടാവില്ലേ, ബ്രെഡ് വെച്ച് വേറെ സാധനം വെച്ചിട്ട് ഇതിന്റെ പേരുകൾ തന്നെ ആയിരിക്കും. അപ്പൊ അതാണോ ആദ്യം കൺഫ്യൂഷൻ ആയിപ്പോയി. അപ്പൊ വിജയകരമായിട്ട് എല്ലാം പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ ജി പി ചേട്ടാ, ഈ അടുത്ത് 6 മാസമല്ലേ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം വന്നതാണല്ലോ ജി പി ചേട്ടൻ. അപ്പൊ ഇതിനകത്ത് കുറച്ച് സ്വീറ്റ് ആണ്. അപ്പം വെഡിങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവരും സംബന്ധിച്ചിടത്തോളം സ്വീറ്റ് അല്ല, മധുരമായ ഒരു ഓർമ്മയും മെമ്മറീസ് ഒക്കെ ആണല്ലോ. അപ്പൊ ഇതിന്ന് ഇഷ്ടമുള്ള 3 സ്വീറ്റ് എടുത്ത് അതൊന്ന് ബൈറ്റ് ചെയ്യണം, ഒന്ന് കടിച്ചിട്ട് ഈ ഒരു 6 മാസത്തിനുള്ളിൽ ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി ആദ്യം കണ്ടന്നെ എടുത്തു. എനിക്ക് എല്ലാ സ്വീറ്റും ഒരേപോലെ, അപ്പൊ ഞാനിങ്ങനെ തെരഞ്ഞെടുക്കുന്നില്ല. ഓക്കെ, എന്നിട്ട് ഉത്തരം പറഞ്ഞിട്ട് അടുത്ത സ്വീറ്റിലേക്ക് പോവാം. ഓരോ സ്വീറ്റിനും പറയണോ? ഓരോ സ്വീറ്റ് 3 എടുക്കുക. ഓരോ സ്വീറ്റ് എടുക്കുന്നത് 3 ഒരു ബൈറ്റ് ചെയ്യുക. കല്യാണവുമായി ഈ കഴിഞ്ഞ 6 മാസം. ഈ കഴിഞ്ഞ 6 മാസം, കാരണം നമ്മൾ സ്വീറ്റ് മെമ്മറീസ് ഒരെണ്ണം ഗോപിക കല്യാണത്തിന്റെ തലേ ദിവസവും പറഞ്ഞു. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഷീ സെഡ് ഐ ഫീൽ സോ ബ്ലെസ്ഡ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഐ ഫീൽ സോ ബ്ലെസ്ഡ് എന്നുള്ളത് ആദ്യത്തെ 2 മാസം കഴിഞ്ഞപ്പോഴോട്ടോ പറഞ്ഞപ്പോൾ ഐ ഫെൽറ്റ് വെരി സ്വീറ്റ്. ലൈക്ക് ദാറ്റ് ഇസ് വൺ മെമ്മറി ഐ മീൻ ഷീ കീപ് സേയിങ് ദാറ്റ്. അപ്പോൾ ദാറ്റ് ഇസ് വൺ തിങ് വിച്ച് എന്തുകൊണ്ടാണെന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, മെമ്മറി പറഞ്ഞാൽ മതി. അത് വെച്ച് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കണ്ട. ഭാവിണ്ടാ ഞാൻ കല്യാണത്തിന് മുമ്പ് ഗോപികനെ, എന്റെ കസിൻസ് ശരിക്കും ഞങ്ങൾ ജോയിന്റ് ഫാമിലി പോലെ, ലൈക് 2 ഭാഗത്തും കസിൻസ് ഉണ്ട്. നമ്മുടെ ഫാമിലിയും അച്ഛന്റെ ഫാമിലി. അല്ല അച്ഛന്റെ ഫാമിലി, അച്ഛൻ ഒറ്റ സിസ്റ്ററേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ലൈക് കൂടുതൽ നമ്മൾ അവിടെ മേമിയും ഈ വീട്ടിൽ തന്നെ ആയിരുന്നു, പട്ടാമ്പിയിലായിരുന്നു കുറച്ച് കാലം എന്നുള്ളതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അതൊരു യൂണിറ്റ് ആണ്. ബാക്കി നമ്മുടെ ഭാഗത്തുള്ള കസിൻസ് ഒക്കെ അമേരിക്ക, ഓസ്ട്രേലിയ, അവിടെ ഇവിടെ അല്ലെങ്കിൽ പല ഭാഗങ്ങളിലായതുകൊണ്ടും പലപ്പോഴും നാട്ടിൽ വളരെ കുറവേ കിട്ടാറുള്ളൂ എന്നുള്ളതുകൊണ്ടും ഇതാണ് ഒരു യൂണിറ്റ്. പക്ഷെ ഞാൻ ഈ 2 ഭാഗത്തുള്ള കസിൻസിനും ഗോപികയായിട്ട് അവര് പരിചയപ്പെടുന്നു, ഇന്ററാക്ട് ചെയ്യുന്നു കല്യാണത്തിന് ശേഷം. കല്യാണത്തിന് മുമ്പ് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും എൻ്റെ കസിൻസിനെ അറിയാം. എൻ്റെ 12th മുതലുള്ള എല്ലാ, അല്ലെങ്കിൽ അലോഷ്യസ് കോളേജ് മുതലുള്ള അവരാണ് കല്യാണം. ഇപ്പൊ അലോഷ്യസിലെ എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ്, പെൺപിള്ളേരൊക്കെ, അവരൊക്കെ നേരത്തെ വന്നിട്ട് അവരാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്യാൻ സഹായിച്ചു. എന്റെ കസിൻസ് അവരൊക്കെ ആയിട്ടാണ് ഒരു ടീമൊക്കെ ഉണ്ടായിരുന്നു, ഒരു കോർ കമ്മിറ്റി ടീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ രേണു, പുഞ്ചിരി, അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു, കുക്കു ഒക്കെ, അങ്ങനെ ദേ ഓൾ വേറെ ടീം. പെൺകുട്ടികളുടെ ഞാൻ എടുത്തു പറഞ്ഞതെന്ന് വെച്ചാൽ അവരായിരുന്നു കൂടുതൽ ഓർഗനൈസിങ് സ്പേസിലുണ്ടായിരുന്നത്. ഇവരൊക്കെ അറിയുന്ന എൻ്റെ കസിൻസിന് ഗോപികയായിട്ട് ഇനീഷ്യൽ റാപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് അവർക്കും ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിരുന്നു, അവളൊരു എടാ ഇവളെന്താണ് അവസ്ഥ? അപ്പൊ ഞാൻ പറഞ്ഞു അവൾക്ക് ഇങ്ങനെ പരിചയപ്പെട്ടാലേ സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫോണിൽ പെട്ടെന്ന് ഒരാളായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളല്ല. പിന്നെ അവളൊരു നോ നോൺസെൻസ് ഗേൾ ആണ്, അപ്പോൾ വളരെ മിതഭാഷിയാണ്, അങ്ങനത്തെ ഒരു സ്പേസ് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞിട്ട് എൻ്റെ എഴുത്തിമെന്റ് എടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ എന്താ പറഞ്ഞു നോ നോൺസെൻസ് ഗേളോ? ആ നോ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടണം നിനക്ക് ഇത്രയും കറക്റ്റ് ആയിട്ട്. സോ ഐ ഫൗണ്ട് ദാറ്റ് മെമ്മറി വെരി സ്വീറ്റ്, വെരി 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 സ്വീറ്റ്. നെക്സ്റ്റ് ലാസ്റ്റ് ഒരു
സോ ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ ഇതുപോലെ നേരത്തെ അച്ചമ്മയുടെ പോലെയുള്ളൊരു അമ്മ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കൊച്ചിനെയല്ലേ കെട്ടിയത് എന്ന് ചോദിച്ചു. ഐ ഫെൽറ്റ് ഇറ്റ് വെരി നൈസ്. അത് കഴിഞ്ഞ് ഒരു സെന്റൻസ് പറഞ്ഞു, പിന്നെ ഞങ്ങളുടെ പയ്യൻ തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല. സോ അവർ പണ്ട് ഡിഫോ ഡാൻസ് സ്ഥിരം കണ്ടിരുന്ന. ഐ ഫെൽറ്റ് ഇറ്റ് വെരി 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 സ്വീറ്റ്. നമ്മളെ രണ്ടുപേരും അവര് ഓൺ ചെയ്ത രീതി ഉണ്ടല്ലോ. അപ്പൊ ഇനി ഇത് എന്റെ കയ്യിലെടുത്താൽ ഞാൻ അത് മുഴുവൻ തീർക്കും. എനിക്ക് അങ്ങനെ ഒരു നേരത്തെ പറഞ്ഞില്ലേ സ്വീറ്റ്സ് ഫ്രൈസ് വലിയ പ്രശ്നം. അതാ ഞാൻ ആദ്യം ചോദിച്ചല്ലേ, ഇപ്പൊ ചേട്ടനെയും എല്ലാരും കണ്ട അത്രത്തോളം ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെയാണ് ഗോപിക ചേച്ചിനെ. അപ്പൊ രണ്ടുപേരുടെ അതുകൊണ്ടായിരിക്കാം ഈ കല്യാണം ഇത്രയും ആഘോഷിക്കപ്പെട്ടതും. അതെ, സത്യം. അതൊരു എന്റെയും ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം അടുത്ത സിനിമ എന്നാന്നുള്ളതല്ലോ. എന്താ ജീപ്പി ചേട്ടൻ കല്യാണം കഴിക്കാത്തത്, എന്താ ജീപ്പി ചേട്ടൻ എപ്പോഴാ ജീപ്പി ഇത്രയും ഗേൾ ഫ്രണ്ട്സ് ഉള്ള ജീപ്പി ചേട്ടൻ എപ്പോഴെങ്കിലും എന്നെ ഇറിറ്റേറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ എപ്പോഴും അതിന് ഉത്തരം പറയാറില്ലേ, എനിക്ക് അതിനെ കുറിച്ച് ബോധമൊന്നും വരുന്നില്ല. അപ്പൊ എന്താ ചെയ്ത് രണ്ടും അഞ്ജുവിന്റെ അടുത്ത് ആ ചോദ്യം, അല്ലെങ്കിൽ അഞ്ജു എന്ന് പറഞ്ഞു തുടങ്ങി, ഗോപികയുടെ അടുത്ത് ആ ചോദ്യം ആരും ചോദിച്ചില്ലെങ്കിൽ പോലും ഈ ഒരു കാര്യം. അതെ. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിന്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും നമ്മളെ ഏറ്റെടുത്തു എന്നുള്ളത് നമുക്ക് രണ്ടുപേരെയും സ്വന്തം വീട്ടിലെ ആളാണ് ചിന്തിക്കാന്ന് വിചാരിച്ചാണ്. ഈ ചേട്ടന് പൊതുവെ ഇങ്ങനെ ഒരു കാര്യം, ഇപ്പൊ ചേട്ടൻ ഓൾറെഡി സക്സസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മേഖല, ഇപ്പൊ ആങ്കറിംഗ് തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഒരു കാര്യം സക്സസ് ആയി അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത് ചേട്ടന് താല്പര്യമില്ലേ? റിപ്പീറ്റഡ് ആയി ചെയ്യുന്ന താല്പര്യമില്ല, എനിക്ക് ചാലഞ്ചസ് ഇഷ്ടമാണ്. ഇപ്പൊ ബിഫോർ കഴിഞ്ഞിട്ട് ഞാൻ അടിമോനെ ബസർ പറഞ്ഞ ക്വിസ് ഷോ എടുത്തത് എനിക്ക് ചാലഞ്ച് ഇഷ്ടമുള്ളതുകൊണ്ട്. എനിക്ക് ലൈഫിൽ ഏറ്റവും ഈസിയസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് D3 ആണ്. സീസൺ 3 ചെയ്യാന്നുള്ള ഹിറ്റാവും, ഷുവർ ഷോട്ട് ആണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഒരു ഓഡിയൻസ് ഓൾറെഡി അതിനുണ്ട്. ഈ പറയുന്ന പോലെ സാന്ദ്രൻ 2 എപ്പോഴാ, ഇപ്പൊ സാന്ദ്രൻ 2 ആയിട്ട് ഇവരെല്ലാരും ചെയ്തിരുന്നെങ്കിൽ ആൾക്കാർ കണ്ടിരിക്കാൻ ഒരു വലിയ ഡെഡിക്കേറ്റഡ് ഓഡിയൻസ് ഉണ്ട്. ദാറ്റ്സ് ദി ഈസിയസ്റ്റ് തിങ് ടു ഡു ഇൻ ലൈഫ്. ചിലവർ വരില്ല, അതൊക്കെ ഒരു ഫസ്റ്റ് പാർട്ട് ഒരു മൂവിയുടെ അടുത്ത് വൃത്തിക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മള് അത് മാത്രമല്ല, അതുപോലെയല്ല ഈ D4. ലൈക് D4 എന്ന് വെച്ചാൽ നമ്മൾ ഒരേ സെഗ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ പോകും, കുറച്ച് കാലം പോകും. ഒരു 5 സീസൺ വരെയൊക്കെ എന്തായാലും പോകാനുള്ള പൊട്ടൻഷ്യൽ അതിനകത്തുണ്ട്. വേളി GP മറ്റേത് മറിച്ചൊക്കെ പറഞ്ഞിട്ട്. കാരണം എന്താ വെച്ചാൽ ഇത് മടുക്കുന്ന ഓഡിയൻസ്, ഒന്നാമത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്ന ഓഡിയൻസ് അല്ല ഡിഫോ ഡാൻസിന്റെ ഓഡിയൻസ് ആയിരുന്നിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റേ വിഭാഗം ഓഡിയൻസിനുള്ള അപ്പിറ്റൈറ്റ് അതിനകത്തുണ്ട്. ഇപ്പൊ ഫ്രണ്ട്സ് സീരിയലൊക്കെ പോലെ, ഫ്രണ്ട്സിന്റെ നമ്മള് ഇംഗ്ലീഷിലുള്ള ഫ്രണ്ട്സ് കണ്ടിട്ടില്ലേ, ഒരു 10 സീസൺ പോകുന്നത്, അതെന്താന്ന് വെച്ചാൽ മടുക്കില്ല, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അവർ അതിൽ ലോക്കായി പോകും. അത് ഒരേ പാറ്റേണാ, അതിൽ ലോക്കായി പോകും. അതുപോലെ പോകുമായിരുന്നു, പക്ഷെ അതെനിക്ക് ബ്രേക്ക് ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് ക്വിസ് ഷോ ചെയ്തത്. അപ്പോഴാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. സിമിലർലി പ്രേതം കഴിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഷിബുക്കുട്ടനെ പോലത്തെ കുറെ ക്യാരക്ടർ വന്നു, ഞാനും അജു, ഞാനും ഷറഫ്. അതെനിക്ക് ബ്രേക്ക് ചെയ്യണമായിരുന്നു. അപ്പോഴാണ് ഞാൻ കീല് വില്ലനായിട്ട് പോയി ചെയ്യുന്നത്. സക്സസ്ഫുൾ ആയിരുന്നില്ല, പക്ഷെ വൈകുണ്ഠപുരം കിട്ടിയത് അങ്ങനെയാണ്. സോ എനിക്ക് എന്നെ ചാലഞ്ച് ചെയ്യാൻ ഇഷ്ടമാണ്. യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ എടുത്തപ്പോൾ എനിക്ക് വ്യൂവർഷിപ്പ് ഇല്ല. അപ്പൊ എനിക്ക് ഭയങ്കര ചാലഞ്ചായി തോന്നി. ഞാൻ അത് ഏറ്റെടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി കണ്ടന്റ് ക്രിയേഷൻ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ലോക്ക്ഡൌൺ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പുറത്തു പോയിട്ട് ഞാൻ അതുവരെ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ട്രാവൽ അത് വർക്കാവാൻ തുടങ്ങി. അപ്പൊ യൂട്യൂബ് വ്യൂവർഷിപ്പ് വന്നു എന്ന് പറഞ്ഞ് സെക്കൻഡ് ലോക്ക്ഡൌൺ വന്നപ്പോൾ ഫ്രണ്ട്സ് ട്രാവൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരാളെയും കാണുന്നില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്തത്, പിറ്റേ ദിവസം പറഞ്ഞു ഇനി എല്ലാ ദിവസവും വ്ളോഗ് ചെയ്യാൻ പോകാന്ന്. കണ്ടന്റ് എന്താ ചെയ്യേണ്ടത് പോലും അറിയില്ല. അപ്പൊ ഞാൻ കയറി പറയുന്നത്, എന്നിട്ട് അടുത്ത 100 ദിവസം ഞാൻ ഒരു ദിവസം പോലും മുടക്കാതെ വ്ളോഗ് ചെയ്തു. അപ്പോഴാണ് ഞാൻ വീട്ടിലെ പൂന്തോട്ടം, വീട്ടിലെ പൂച്ച, വീട്ടിലെ ഇതൊക്കെ വെച്ച് ഞാൻ വ്ളോഗ് ചെയ്യാൻ തുടങ്ങി. അതെനിക്ക് ചാലഞ്ചാണ്, എനിക്ക് ഇഷ്ടമാണ്. എന്നെ ഞാൻ എപ്പോഴും പെർഫോമൻസ് അണ്ടർ പ്രഷറാണ്. ഞാൻ ഡിഫോ ഡാൻസിൽ ഇത്രയും നന്നായി പെർഫോം ചെയ്യുന്നത് എന്താ വെച്ചാൽ എനിക്ക് അവിടുന്ന് ജഡ്ജസ് തന്നിരുന്ന ടാസ്കുകളിലായിരുന്നു GP പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. കാരണം ഈ ടാസ്കുകൾ, ഇവര് ഓരോ പിള്ളേരും ഡാൻസിന് വരുമ്പോൾ എന്റെ ഹൃദയം അടിക്കും, ദൈവമേ ഇവർ എന്ത് പ്രോപ്പർട്ടി കൊണ്ടാ വന്നത്, ഇത് ഇനി എന്റെ നെഞ്ചത്തോട്ടുള്ളതാണല്ലോ, ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ ഊരും. ആ ഊരലിൽ നിന്നാണ് ഞാൻ പോലും അറിയാതെ എന്റെ കഴിവുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന സർവൈവലുകളാണ് എന്നും എനിക്ക് പുറത്തു വന്നിട്ടുള്ളത്. സോ ഞാൻ എന്നെ കംഫർട്ട് സോണിലാക്കില്ല. കംഫർട്ട് സോണിലാക്കിയാൽ ഞാൻ ഇങ്ങനെ പോകും. ഞാൻ ഭയങ്കര അതുകൊണ്ടാണ് ഞാൻ ആങ്കറിങ് പലപ്പോഴും വിട്ടു നിൽക്കുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ ഇവിടുന്ന് കെന്ന ഇവിടെ ഇരുന്ന് ഓരോ തവണയും ഐ നോ വാട്ട് കംസ് ഫ്രം ഔട്ട്സൈഡ്, വാട്ട് ഈസ് ഹാപ്പനിങ് ദിസ്, ഇൻക്ലൂഡിങ് ദിസ് ചോദ്യം. ഇത് എന്തൊക്കെയാ പുറത്തുനിന്ന് വരുന്നത്, എന്തൊക്കെയാ കെന്ന ചോദിക്കുന്നത് എനിക്കറിയാം. പക്ഷേ ആ കംഫർട്ട് സോൺ എനിക്ക് വേണ്ട. ഞാൻ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ എന്നെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊരു സ്ഥലത്ത്, തെലുങ്ക് പോലെ ഒരു ഇൻഡസ്ട്രിയിൽ, ഭാഷ പോലും അറിയാത്തൊരു സ്ഥലത്ത് ഞാൻ എൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാക്കാൻ പറ്റുമോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മലയാള സിനിമയിൽ വീണ്ടും തിരിച്ചു വരാൻ പറ്റും. കാരണം എനിക്കൊക്കെ മലയാള സിനിമയിലുള്ള ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് വെച്ചാൽ ഞാൻ ഇനി ന്യൂ ഫേസ് അല്ല,
ന്യൂ ഫേസ് ആണെങ്കിൽ ദർ ഇസ് ഓൾവേസ് എ ലോഞ്ച്, മറ്റു പരിപാടികൾ. ഇത് ഞാനിവിടെ ഒരുവിധം എല്ലാവർക്കും അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ എങ്ങനെ റീബ്രാൻഡ് ചെയ്തിട്ട് ഇവിടെ എന്നെ റീലോഞ്ച് ചെയ്യും, അത് ഭയങ്കര ചാലഞ്ച് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ലെറ്റ് മീ സീ, ഐ മേ ടേക്ക് സം ഇയേഴ്സ്, പക്ഷേ ലെറ്റ് മീ സീ. ഈ ചലഞ്ചസ് ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ടെൻഷൻ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പിന്നെ അതൊന്നുമില്ല, ഞാൻ മനുഷ്യനല്ലേ, അതെ നല്ല ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഐ ഡോണ്ട് ഫ്യൂൽ ഇറ്റ്. ഞാൻ ടെൻഷനും ആങ്സൈറ്റിനും ഫ്യൂൽ ചെയ്യാൻ ശ്രമിക്കാറില്ല. വരും, അതൊക്കെ വരും, അതൊക്കെ ഭയങ്കര ടെൻഷൻ വരും. പക്ഷെ അതിലേക്ക് ഞാൻ അതിൽ ഡ്വെല് ചെയ്യില്ല. ഞാൻ വേഗം അടുത്ത പരിപാടി നോക്കും. ഇപ്പം ഇത് പറഞ്ഞ പോലെ തെലുങ്ക് മൂവിയിലേക്ക് പോയി അവിടെ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസും അപ്രീസിയേഷനും എല്ലാം കിട്ടി. അപ്പം ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാളത്തിൽ നിന്ന് അതൊരു ചലഞ്ചായിട്ട് തന്നെയാണ് ചേട്ടൻ സ്വീകരിച്ചത്. അല്ലു അർജുൻ ആയിട്ടുള്ള ആ ഒരു മൂവിയിൽ നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനാണ് അല്ലു അർജുൻ. അപ്പം ഒരു ലാംഗ്വേജ് അറിയില്ല, അപ്പൊ ആ ഒരു സെറ്റ് നമ്മളെക്കാളും വെച്ച് നോക്കുമ്പോൾ ഒരു ബിഗ് ഇൻഡസ്ട്രി ആണ്. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ എങ്ങനെയായിരുന്നു ചേട്ടൻ അവിടെ ഒരു സർവൈവൽ അങ്ങനത്തെ ഒരു ജേർണി ഉണ്ടായിരുന്നു? ഐ ലവ്ഡ് ബീയിങ് ഇൻ ദാറ്റ് സെറ്റ്. ആ സെറ്റിലുള്ള ഓരോ നിമിഷം ഞാൻ അത്ര എൻജോയ് ചെയ്തിട്ട്, ഞാൻ സിനിമ അഭിനയിക്കുന്ന അത്ര എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കത് സർവൈവൽ എന്നൊക്കെ ഞാൻ തമാശക്ക് പറയുകയും, തെലുങ്ക് എങ്ങനെയാ പഠിക്കുന്നത് അല്ലെങ്കിൽ തെലുങ്ക് ഡയലോഗ് എങ്ങനെയാ പറയുന്നത്, നിലനിൽപ്പിന്റെ ഭാഗം എന്നൊക്കെ തമാശക്ക് പറയുമെങ്കിലും ഇറ്റ്സ് നോട്ട് ദാറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. അപ്പൊ ഞാനത് മനസ്സിൽ തട്ടി ഒരുപാട് ഇഷ്ടത്തോടെ ചെയ്യുന്ന പരിപാടികളാണ്. ഇപ്പൊ നേരത്തെ ചോദിച്ചില്ല ആങ്സൈറ്റി സ്ട്രെസ്, ഞാൻ ആങ്സൈറ്റി സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ്. 2020 ജാനുവരി 12 എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ബ്രേക്ക് ആയിട്ടുള്ള വൈകുണ്ഠപുരം വന്നു കഴിഞ്ഞത് സ്വപ്ന തുല്യമായ 2-3 ഓഫേഴ്സൊക്കെ തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്ന് ഫെബ്രുവരിയിൽ വന്ന് മാർച്ച് 22 ലോക്ക്ഡൗൺ ആയിരുന്നു. പിന്നെ ഒരു കൊല്ലം ഞാൻ വീട്ടിലായിരുന്നു. എൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബ്രേക്ക് ഇൻ ലൈഫ് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അത് ചെയ്യാൻ പറ്റാതെ വീട്ടിലിരിക്കുകയായിരുന്നു. എനിക്ക് ഡിപ്രഷനിൽ പോകാമായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. പലരും ചോദിച്ചു, എടാ വൈകുണ്ഠപുരം ചെയ്ത് കഴിഞ്ഞിട്ട് നീ യൂട്യൂബാണോ ചെയ്യുന്നത്? എടോ ഇതാണ് എൻ്റെ ഞാൻ ഹാപ്പിയാണ്, ഞാൻ അതിലങ്ങോട്ട് ബിസി ആയി പോയി. എനിക്ക് ആ ലോക്ക്ഡൗൺ ടൈം പോയതേ ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം അടുത്ത ദിവസം എന്ത് കണ്ടന്റ് ചെയ്യും ഇതിന് ആലോചിച്ചുണ്ടാക്കണ്ടേ. ലൈക്ക് ഐ എം സോ ഇൻവോൾവ്. എനിക്ക് അവിടെ ആങ്സൈറ്റിക്ക് സമയമില്ല. ബിക്കോസ് ഫൈൻഡ് സംതിങ് ദാറ്റ് യു ലവ്, അതേ വഴിയുള്ളൂ. ഇൻവോൾവ് യുവർ സെൽഫ്, ഓൾ ക്രിയേറ്റ് ഇറ്റ്. യൂട്യൂബ് എനിക്ക് ഒരാൾ കൊണ്ടുവന്നൊന്നുമല്ല, ഞാൻ കണ്ടുപിടിച്ച് ഞാൻ കഷ്ടപ്പെട്ട്, വ്യൂവർഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, സ്ട്രഗിൾ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പം അടുത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ അടുത്തതിൽ ഇപ്പം എൻ്റെ എനിക്കൊരു 12-15 വീഡിയോസ് മോർ ദാൻ 1 മില്യൺ വ്യൂവർഷിപ്പ് ആണ്. അതിലൊരു 10-12 ട്രെൻഡിങ് നമ്പർ 1 അടിച്ചിട്ടുള്ള സാധനങ്ങളാണ്. സോ ഐ ഡൺ ദാറ്റ്, ലൈക്ക് ഐ ഗോട്ട് ദാറ്റ് തിങ്. എന്ന് വെച്ചാൽ ഞാൻ ഫുൾ ഡേ യൂട്യൂബ് ചെയ്തിരിക്കില്ല, അതല്ല എൻ്റെ പരിപാടി. പക്ഷെ എനിക്കത് ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്താ പരിപാടി എന്ന് അറിയണമല്ലോ. അത് എങ്ങനെയാണെങ്കിലും അതിൽ എന്താ വെച്ചാൽ ചില അധിക എപ്പിസോഡുകളിലും ഈ കോംബോ എപ്പിസോഡുകളാണ് കയറി കൊളുത്തിയിട്ടില്ല. പക്ഷെ വീട്ടിലെ പൂന്തോട്ടം ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത എപ്പിസോഡാണ്, അതും ഇതുപോലെ 1 മില്യൺ അടിച്ച് ട്രെൻഡിങ് കയറി. അപ്പോഴാണ് നമുക്ക് ഓക്കെ ഈ പരിപാടി വർക്ക് ആവുന്നുണ്ട്. ലൈക്ക് ആ ഒരു സ്പേസ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അതാ പറഞ്ഞത്, പിന്നെ ഡെലിവറി ചെയ്യുന്ന വേയും വേറെ ആ ഒരു പ്രസന്റേഷൻ. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. തുടക്കത്തിലൊന്നും ഒരു വ്യൂസ് ഉണ്ടായിരുന്നില്ല. എത്ര നന്നായി ഞാൻ GP സ്റ്റോറീസ് എന്ന് പറഞ്ഞ സാധനം ചെയ്തിരുന്നു. എന്റെ വൺ ഓഫ് ദ വെരി ഇൻട്രസ്റ്റിംഗ് ക്രിയേറ്റീവ് സ്പേസ് ആയിരുന്നു. പക്ഷെ അതിനൊന്നും വലിയ വ്യൂസേ ഇല്ല. സങ്കടം തോന്നും, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പല സാധനം ചെയ്തിട്ട് വ്യൂസ് ഇല്ല. എല്ലാവർക്കും വ്യൂസ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഗോവ പോയത് കാണാനായിരിക്കും. ലൈക്ക് അതാണ് യൂട്യൂബിന്റെ ഒരു പൾസ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഡിയൻസ് എന്റർടൈൻമെന്റ് അല്ല, യൂട്യൂബ് പൾസ് അതാണ്. ലൈക്ക് ദേ വാണ്ട് ടു സീ ദാറ്റ്. മറ്റേത് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ ടെലിവിഷനിലും ടിവിയിലും. യു ഷോ സംതിങ് ഞങ്ങൾ കാണാത്ത നിങ്ങൾ കാണിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ എങ്ങനെയാ ഞങ്ങൾക്ക് കാണാൻ ക്യൂരിയോസിറ്റി ഉണ്ട്. ദാറ്റ് ഇസ് ദ ബേസിക് ഓഫ് ഇറ്റ്. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാം. അപ്പൊ അതാണ് ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഐ വിൽ ചാലഞ്ച് മൈസെൽഫ് ഇൻ അതർ ഏരിയാസ്. അങ്ങനെ ഇപ്പം അല്ലു അർജുന്റെ പേര് ഞാൻ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അങ്ങനെ ഒരു ഭയങ്കര കോണ്ടാക്റ്റിലൊന്നുമില്ല. പക്ഷെ എപ്പോ മെസ്സേജ് ചെയ്താലും റെസ്പോൺസ് വരും. വെഡിങ്ങിന് ഞാൻ വിളിച്ചിരുന്നു, വരാൻ പറ്റില്ല എന്ന് അപ്പോഴേ പറഞ്ഞിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞു ഞാൻ കേരളത്തിൽ വരുന്നത് തന്നെ വളരെ കുറവാണ്, ഞാൻ പ്രൊമോഷൻസിന് വേണ്ടി മാത്രമേ വരുള്ളൂ. അവസാനം കേരളത്തിൽ വന്നത് പുഷ്പയുടെ പ്രൊമോഷനാണ്. അത് 3 കൊല്ലം മുമ്പാണ്. പുഷ്പ കഴിഞ്ഞിട്ട് ഇപ്പൊ 2-3 കൊല്ലമായി, നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ അല്ലെങ്കിൽ 2-2.5 കൊല്ലം മുമ്പാണ് ഞാൻ ലാസ്റ്റ് കേരളത്തിൽ വന്നത്. അത് പുഷ്പയുടെ ഇതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വല്ല ഷൂട്ട്, ചെറിയൊരു ഷൂട്ടിന്റെ ഒരു സ്പേസ് അതിന്റെ ഇടയിലൊന്നും ഒന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം വരുന്നത്. അതുകൊണ്ട് തന്നെ കല്യാണത്തിൽ വരെ എളുപ്പമായിരിക്കില്ല GP. പക്ഷെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം വൈകുണ്ഠപുരം കഴിഞ്ഞ് 4 കൊല്ലമായി. 2020 കഴിഞ്ഞപ്പോൾ 2024 ഞങ്ങൾ തമ്മിൽ വേറെ ഒരു അസോസിയേഷനും ഇല്ല. പക്ഷെ 4 കൊല്ലം കഴിഞ്ഞിട്ടും ഞാൻ അയക്കുന്ന മെസ്സേജിന് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ അതിന് മാത്രമുള്ള ബന്ധമൊന്നും ഞങ്ങൾ തമ്മിൽ മുമ്പ് ഉണ്ടായിരുന്നില്ല. സോ അത് അദ്ദേഹത്തിന്റെ മഹത്വമാണ്.
എനിക്കാണ് അദ്ദേഹത്തിന് ആവശ്യം, അദ്ദേഹത്തിന് എന്നെ ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം മറുപടി തരുന്നുണ്ടെങ്കിൽ അത് ആ ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് അല്ലു അർജുൻ എന്ന് പറയുന്ന. അദ്ദേഹം എന്നെ ഞാൻ ശരിക്കും എന്നെ ഫാനാക്കി കളഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ വർക്കിന്റെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിന്റെ ഒരു ഫാനാണ്. ഹീസ് എ വെരി സ്വീറ്റ് പേഴ്സൺ. ഇപ്പൊ ചേട്ടൻ ഓരോ സ്പേസ് ചേട്ടൻ തന്നെയാണ് എന്താ പറയുക, ഒറ്റയ്ക്കാണ് എല്ലാം സ്പേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ ചലഞ്ചേഴ്സ് ആയാലും എല്ലാം എന്താ പറയുക ഒറ്റയ്ക്കാണ് നേടിയിരിക്കുന്നത്. അപ്പം ഇപ്പൊ ഈ 37 ഇയേഴ്സിലും വന്നപ്പോഴും സ്ട്രഗിൾസ് ആയാലോ, അന്ന് ഗോപിക ചേച്ചി വന്നിട്ടില്ല, ചേട്ടൻ തന്നെയാണ് ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞു ഞാൻ അധികം ഫ്രണ്ട്സിനോടും ആയാലും ഓപ്പൺ ആയിട്ട് വെക്കത്തില്ല. അപ്പൊ ഈ ഒരു ഫേസിൽ ഒന്നും ഒരാൾ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഷെയർ ചെയ്യാൻ വന്നിരുന്നെങ്കിൽ കൊള്ളാം എന്ന് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല? ഇല്ല, അങ്ങനെ ഒരു ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു ഷെയർ ചെയ്യാൻ ഒരു പാർട്ട്ണർ വേണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഹാപ്പി ആക്കാൻ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നെങ്കിൽ, എന്നെ ഹാപ്പി ആക്കാനല്ല, ഞാൻ ഭയങ്കര ഓഡിയൻസ് പേഴ്സണാണ്. എന്നെ ഹാപ്പി ആക്കാൻ എനിക്ക് വേറെ ആൾ വേണ്ട. ആ ഒരു മെത്തേഡ് ഞാൻ ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല. എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി ഞാൻ ഇതുവരെ ഒരാളിലേക്കും, ഞാനതൊരാളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറയില്ല. ഇപ്പൊ ഗോപിക ഇത് ഇന്റർവ്യൂ കേട്ട് കഴിഞ്ഞാൽ വിഷമിക്കുന്ന അറിയില്ല, പക്ഷെ അങ്ങനെയല്ല. ഐ എം വെരി ഹാപ്പി വിത്ത് ഹർ. അവൾ എന്നെ ശരിക്കും അത്രയും ഹാപ്പി ആക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നെ ഹാപ്പി ആക്കാൻ ഒരാൾ വേണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഐ വാസ് ഓൾവേസ് ഹാപ്പി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്കൊരു പാർട്ട്ണർ വേണമെന്ന് തോന്നിയിട്ടില്ല. വീട്ടുകാർക്കാണ് തോന്നിയിട്ടുള്ളത് എനിക്കൊരു പാർട്ട്ണർ വേണമെന്ന്. എന്ന് വെച്ചാൽ അവരായിരുന്നു മാട്രിമോണിയിൽ കയറ്റണം, അല്ലെങ്കിൽ ഇത് നോക്ക് ഞങ്ങൾ വിചാരിച്ച നീ ഒരാളെ പ്രണയിച്ച് കൊണ്ടുവരുന്നതാണ്, ഞങ്ങൾക്ക് ഇതൊന്നും നോക്കേണ്ടി വരില്ല എന്നാണ്, നിനക്ക് ഇത്രയും ഫ്രണ്ട്സ് ഉള്ളത് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു സംഭവം ചിന്തിച്ചിട്ടേ ഇല്ല. ലൈക്ക് എനിക്ക് അങ്ങനെ ഒരു സംഭവം തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഒരാളുടെ കൂടെ അങ്ങനെ ഇതാക്കണ്ടായിരുന്നില്ല. അവർക്കായിരുന്നു, വീട്ടുകാരുടെ ഇതായിരുന്നു. പക്ഷെ വീട്ടുകാരുടെ നിർബന്ധത്തിലല്ല ഞാൻ കല്യാണം കഴിച്ചത്. ഞാനും മാനസികമായിട്ട് ഓക്കെ ഫൈൻ, ദെൻ ലെറ്റ് മീ എക്സ്പ്ലോർ ദാറ്റ് ചാലഞ്ച്. ചാലഞ്ച് ആണത്. കാരണം വേറൊരാളെ നമ്മൾ ലൈഫിൽ കൂടെ കൊണ്ടുപോകാന്ന് പറയുന്നത് അതൊരു ചാലഞ്ചാണ്. കാരണം അവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലൈഫിലുള്ള അവരുടെ ഹാപ്പിനെസ് ഒരിക്കലും താഴെ പോകാൻ പാടില്ല നമ്മുടെ കൂടെ വന്നിട്ട്. അതൊരു ചെറിയ റെസ്പോൺസിബിലിറ്റി അല്ല. കാരണം നമ്മുടെ കൂടെ കൂടിയിട്ട് എൻ്റെ ലൈഫ് മുമ്പ് ഇത്ര നന്നായിരുന്നു എന്നവർ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അതുകൊണ്ട് തന്നെ അതൊരു ചാലഞ്ചാണ്. എനിക്ക് അയാൾക്ക് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ എൻ്റെ വർക്കുകളോടൊപ്പം ഒരാളെ കൂടെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ അതിന് മാനസികമായി തയ്യാറാണെന്ന് തോന്നിയ സമയത്താണ് ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണെന്ന് തന്നെ വീട്ടിൽ പറഞ്ഞത്. അറേഞ്ച് മാരേജ് അതൊരു ചലഞ്ച് ആയിട്ട് എനിക്ക് അറേഞ്ച് മാരേജ് വേണം തന്നെയായിരുന്നു. കാരണം ഐ ബിലീവ് ദാറ്റ് ഞാൻ ഭയങ്കര ഫാമിലി ഓറിയന്റഡ് പേഴ്സണാണ്. ഇപ്പൊ നിങ്ങൾ എന്റെ ഫോട്ടോഗ്രാഫ്സ് കാണുമ്പോഴും ഒക്കെ കാണുമ്പോഴും നിങ്ങൾ കൂടുതൽ ഫാമിലി സ്പേസിലുള്ള ഫോട്ടോസാണ്. അതെന്റെ കസിൻസ് ആണെങ്കിലും ഗോപികയുടെയും എന്റെയും ഫാമിലി ആണെങ്കിലും, ഇപ്പൊ സുമതി വളവിന്റെ ഒരു ലോഞ്ച് ആണെന്നുണ്ടെങ്കിൽ യു സീ ദ ഹോൾ ഫാമിലി. അതുപോലെ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു രീതി, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഹൗ എന്നെ വളർത്തിക്കൊണ്ടുന്ന സാഹചര്യം അതാ. അപ്പൊ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മീ, ഒരു ഫാമിലിയിലേക്കാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരാളെ. ഞാൻ എന്നെ മാത്രമല്ല. അതുകൊണ്ട് തന്നെ എനിക്കതൊരു കളക്റ്റീവ് ഡിസിഷൻ ആവണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന ഒരു ഡിസിഷൻ ആവരുത് എന്നുള്ളത് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ എന്നെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അച്ഛനമ്മ, മേമ, ഏട്ടന്മാര്. കാരണം എനിക്കിതിൽ ഒരു എക്സ്പീരിയൻസും ഇല്ല. കല്യാണം എന്ന് പറയുന്ന ഒരാളുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത സാധനമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്ന ചാലഞ്ച് എന്ന് പറയുന്നത് എനിക്ക് ഒരു മുൻപരിചയം ഇല്ലാത്ത സാധനം. സോ ഐ വാണ്ടഡ് എക്സ്പേർട്ട് ഒപ്പീനിയൻ, ഐ വാണ്ടഡ് ദം ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. അതുകൊണ്ട് തന്നെ, പിന്നെ അതുകൊണ്ട് മാത്രമല്ല, അത് വെച്ചിട്ട് ഞാൻ ലവ് മാരേജ് ചെയ്യില്ല, അങ്ങനെയല്ല. എനിക്ക് അങ്ങനെ ഒരു ലവ് മാരേജ് സ്പേസ് ഉണ്ട്. എനിക്ക് എപ്പോഴും ഒരുപാട് ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നു. ഐ വാസ് നെവർ അലോൺ. ഞാൻ ഒരു പെൺകുട്ടിയിൽ മാത്രം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കൂടെ ഫുൾ ടൈം, അങ്ങനെയല്ല. എനിക്ക് ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടൂല, ഞാൻ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുമായിരുന്നു. സോ അതുകൊണ്ട് ഒരു പാർട്ട്ണർ ലൈഫിലേക്ക് വരികയാണെന്ന് അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ വിവാഹമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം മാറ്റിവെച്ച ഏതെങ്കിലും ഒരു സ്വഭാവം ഉണ്ടാവും? അല്ല, സ്വഭാവമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കുറെ വർക്ക് മാറ്റി വെച്ചിരുന്നു. കല്യാണത്തിന്റെ ഒരു 2 മാസം 3, കാരണം ഗോപിക അവൈലബിൾ ആയിരുന്നില്ല. നമ്മൾ മിട്ടുവിനെ കുറിച്ച് സംസാരിച്ചിട്ട് അത് പോയി. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ഡിസ്നി ഹോട്ട്സ്റ്റാറിന്റെ ഒരു വെബ് സീരീസ് വന്നു കല്യാണത്തിന് തൊട്ട് മുമ്പായിട്ട്. പക്ഷെ ഞാനത് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് കല്യാണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ് വാസ് എ ഹ്യൂജ് പരിപാടി. ഞാൻ ആ വ്ളോഗിലും പറയുന്നുണ്ട്, ഞാൻ എന്റെ പരിപാടികൾ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് പോകും. അത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ, ഞാൻ എന്റെ തെലുങ്ക് പടം മാറ്റി വെച്ചു, ഈ ഡിസ്നി ഹോട്ട്സ്റ്റാർ മാറ്റി വെച്ചു, ഞാൻ സ്ഥിരം ചെയ്യുന്ന പരസ്യങ്ങൾ മാറ്റി വെച്ചു. ആളുകളുടെ അടുത്ത് പോയിട്ട് ഞാൻ പിച്ച് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു പരസ്യം ചെയ്താലോ വെച്ചിട്ട്. അങ്ങനെ ഞാൻ വർക്ക് ഉണ്ടാക്കുമായിരുന്നു. ആ പരിപാടികൾ മാറ്റി വെച്ചു.
ഒരിക്കലും ഞാൻ ഒന്നിനും മാറ്റി വെക്കാത്ത സാധനമാണ് ആ ഏരിയ. കാരണം അതാണ് എൻ്റെ എല്ലാം, അതാണ് എന്നെ ഹാപ്പിയാക്കി ഇരുത്തുന്നത്. പക്ഷെ എനിക്ക് കല്യാണം വാസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് അതെൻ്റെ ലൈഫിൽ ഒരു വലിയ ഒരു മൈൽ സ്റ്റോൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ അത് ഭംഗിയായി ചെയ്യണം. കാരണം ഞാനതൊരു ആർഭാടമായിരുന്നില്ല, ആഘോഷമായിരുന്നു. GNG സെലിബ്രേഷൻ എന്നാണ് ഞാൻ അതിന് പേര് വിട്ടത്. കുറച്ചൊരു ആർഭാട സ്വഭാവത്തിലേക്ക് അതിന്റെ ഇവന്റും ആൾക്കാരൊക്കെ കൂടിയിട്ട് കൊണ്ടുവച്ചാണ്. എന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ ഇതായിരുന്നു. കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ ജീപ്പിയുടെ ഫ്രണ്ട്സുമായിട്ട് ഇപ്പൊ കൂടുതൽ ക്രോസ് ഓവർ ആയി. സെലിബ്രിറ്റി ഫ്രണ്ട്സും മറ്റേ ഫ്രണ്ട്സും എല്ലാ ഫ്രണ്ട്സും കൂടിയിട്ട് ഇപ്പൊ ഒരൊറ്റ ഗ്യാങ് ആയിട്ട് അവർ ആഘോഷിച്ചോണ്ടിരിക്കുക. ഞങ്ങള് ഡാൻസിനൊക്കെ വേണ്ടി കുറെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. അതിൽ എന്റെ അച്ഛന്റെ ഭാഗത്തുള്ള ഫ്രണ്ട്സും അമ്മയുടെ ഭാഗത്തുള്ള ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ടൂർ പോയിക്കൊണ്ടിരിക്കുക. ഇവര് തമ്മിൽ എങ്ങനെ വന്നു എന്നൊക്കെ ചോദിക്കണ്ടേ. സോ അത് അങ്ങനെ ഒരു ആംബിയൻസ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. സോ ഐ വോണ്ടഡ് ടു ക്രിയേറ്റ് ദാറ്റ്. എന്റെ കല്യാണം എന്ന് പറയുന്ന ഒരു സെലിബ്രേഷൻ സ്പേസ്. ആളുകളെ ഞാൻ എന്റർടൈനറാണ്. ആളുകളെ സന്തോഷിപ്പിക്കാൻ കുട്ടിക്കാലം മുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നും അവരുടെ ആനന്ദമാണ് എൻ്റെ ആനന്ദം. അതുകൊണ്ട് തന്നെ GNG അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ കല്യാണം സെലിബ്രേഷൻ ആവണമെന്നുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ആ സ്പേസിൽ നിന്നുകൊണ്ട് ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിരുന്നു. എന്നിട്ട് എനിക്ക് ഏറ്റവും വലിയ സഹായമായത് മിട്ടുവാണ്. കാരണം അവരുടെ ഭാഗത്തുള്ള റിലേറ്റീവ്സിനൊന്നും എനിക്ക് അധികം അറിയില്ല. അല്ലെങ്കിൽ അവരെ എങ്ങനെ ഞാൻ ഏതൊക്കെ റൂമിൽ, ഞങ്ങളൊരു ഡെസ്റ്റിനേഷൻ വെഡിങ് അല്ലെങ്കിൽ പോലും അങ്ങനെയായിരുന്നു. എല്ലാവരും തൃശ്ശൂരായിരുന്നു. 3 ദിവസം തൃശ്ശൂരായിരുന്നു. ഹൽദി, ഐനൂൺ, സംഗീത്, താലികെട്ട്, കല്യാണം, 5 പ്രോഗ്രാം ആയിരുന്നു. ഐനൂണ് അവരുടെ ഒരു ബ്രാഹ്മിൻസിന്റെ ഒരു നമ്പീശന്മാരാണ് അവർ. അപ്പൊ അതിന്റെ അവരുടെ ഒരു റിച്വൽ ആണ്. അപ്പൊ ഇതെല്ലാം ചെയ്യണമായിരുന്നു. അപ്പൊ ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ട് അതിനകത്ത്. ഇതെല്ലാം ഞാൻ കോർഡിനേറ്റ് ചെയ്യണം. എന്റെ ഫ്രണ്ട്സൊക്കെ തൃശ്ശൂർ 3 ദിവസമാണ്. സെലിബ്രിറ്റീസ് എല്ലാം അവരുടെ പരിപാടികൾ ഓരോ ദിവസവും ഇനോഗ്രേഷൻ ഇത്രയും വാങ്ങുന്ന പിള്ളേരൊക്കെ എല്ലാ പരിപാടിയും മാറ്റി വെച്ച് 3 ദിവസം കൊച്ചിയിൽ വന്നിട്ട് 10, 15, 20, 25ഓളം സെലിബ്രിറ്റീസ് കൊച്ചിയിൽ താമസിക്കുമ്പോൾ ഐ ഹാവ് എ റെസ്പോൺസിബിലിറ്റി. മിട്ടുവിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ സഹായം അതായിരുന്നു. എന്ന് വെച്ചാൽ മിട്ടു സിംഗിൾ ഹാൻഡഡ്ലി എന്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു വലിയ പട തന്നെ ഉണ്ടായിരുന്നു. എന്റെ കസിൻസ് ഉണ്ടായിരുന്നു, അവരുടെ ഭാര്യമാരുണ്ടായിരുന്നു, എന്റെ എഴുത്തിയമ്മ ഉണ്ടായിരുന്നു, സിസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, കുക്കു ഉണ്ടായിരുന്നു, എനിക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നല്ലേ. ഇവിടുന്ന് മിട്ടു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മിട്ടു ഡിഡ് ഇറ്റ് എക്സെപ്ഷനലി വെൽ. അതായത് പറഞ്ഞ എഫിഷ്യന്റ് ആണ് മിട്ടു, ഭയങ്കര എഫിഷ്യന്റ് ആണ്. എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ ആ എൻഗേജ്മെന്റ് ഞാൻ സംഗീതിന്റെ ഫ്ലോറിലും പറഞ്ഞു മിട്ടുവിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആണെന്നുള്ളത്. മിട്ടു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഭയങ്കര കുസൃതി നിറഞ്ഞൊരു വ്യക്തിയാണ്. ഇപ്പൊ അടുത്തുള്ളൊരു റീലൊക്കെ ഇട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കും, മീ വിത്തൗട്ട് മൈ സിസ്റ്റർ എന്നും പറഞ്ഞിട്ട്. ആദ്യമൊക്കെ ഞാൻ വീണുപോയി, ഞാൻ വീണുപോല. ആദ്യം നമ്മൾ ഇമോഷണലി, നമുക്കിത് ശീലമല്ലല്ലോ. ഇവരൊക്കെ ഒരു ഇമോഷണൽ ഗ്യാങ്ങാ. എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു ശീലമില്ല. എൻഗേജ്മെന്റ് മറ്റേ അവള് കരയുന്നു, ഇവരൊക്കെ എന്താ. ഞാനൊക്കെ അനിയൻ ബോംബെയിലാ. അവൻ പോകുമ്പോ ഞാൻ അറിയാറുമല്ലോ, ഞാൻ പുറത്ത് കിടന്നുറങ്ങായിരിക്കും. ഇവരങ്ങനെയൊന്നുമില്ല, ഇവര് കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു. അതൊക്കെ ഇപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ അനിയ യാത്ര പോകുമ്പോ ഞാനും പോയി യാത്ര പറയണം. കാരണം ഗോപിക യാത്ര പറയുമ്പോൾ പോകണല്ലോ. അവൻ പോകുന്നു, എന്തോ അവൾക്ക് വിഷമം അവൻ പോകുമ്പോ. അപ്പൊ ഞാൻ പോയിട്ട് വാടാ ഫുൾ നിറ കണ്ണുകളോടെ. പക്ഷെ ഐ റെസ്പെക്ട് ദാറ്റ് ഇമോഷൻ ഓൾസോ. നിങ്ങൾ 4 പേര് ഒരുമിച്ചായി. അതൊക്കെയാണ് എനിക്ക് പുതുതായിട്ടുള്ള എക്സ്പീരിയൻസ്. എന്ന് വെച്ചാൽ പെൺകുട്ടികൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഭയങ്കര ഇൻഫോർമൽ ആൺകുട്ടികൾ, എടാ പോടാ പരിപാടികളാണ്. എന്റെ ആമ്പിള്ളേർ ഫ്രണ്ട്സിനൊന്നും ഞങ്ങൾ കോൺടാക്റ്റിൽ ഇല്ല എന്നുള്ളൊരു പ്രശ്നമല്ല. പെൺപിള്ളേരാണ് എപ്പോഴും കംപ്ലൈന്റ് ചെയ്യുക, വിളിക്കുന്നില്ല. അപ്പൊ ഈ ഒരു ഇമോഷൻസ് എപ്പോഴും പെൺകുട്ടികൾക്ക് ഉണ്ട് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പരിപാടി അതാണ്. അപ്പോൾ ഞാൻ മാറ്റിവെച്ച സാധനമാണല്ലോ ചോദിച്ചത്. അപ്പൊ മാറ്റിവെച്ചെന്ന് പറയുന്നത് ഇതൊക്കെ. പക്ഷെ ഈശ്വരാനുഗ്രഹം പോലെ കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഈ ഡെസ്നി ഹോട്ട്സ്റ്റാറിന്റെ ഈ ഓപ്പർച്യൂണിറ്റി വീണ്ടും എനിക്ക് തിരിച്ചു വന്നു. ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഒരു തമിഴ് വെബ് സീരീസ് വരാനിരിക്കുന്നുണ്ട്. മേ ബി ഐ എം ഡെസ്റ്റിൻഡ് ടു ഡു ദാറ്റ്. പക്ഷെ 1-2 വേറെ സാധനങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല. കാരണം എന്റെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫിൽ ഞാൻ ഓരോ സമയത്തും ഓരോ പ്രയോറിറ്റി കൊടുക്കും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കല്യാണം എന്നുള്ള ദിവസവും അത് കഴിഞ്ഞുള്ള 1 മാസം ഗോപികയായിട്ടുള്ള സമയവും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞങ്ങൾ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് എൻ്റെ പേടിയായിരുന്നു ശരിക്കും. സ്വാതന്ത്ര്യം ഫെബ്രുവരി 5-ാം തീയതി സ്വാതന്ത്ര്യം ജോയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇനീഷ്യൽ. 28-ാം തീയതി കല്യാണം കഴിഞ്ഞിട്ട് 7 ദിവസം 8 ദിവസം കൂടെ ഉള്ളൂ എന്നുള്ളത് എനിക്കൊരു കൺസേൺ ആയിരുന്നു. പക്ഷേ ഈശ്വരാനുഗ്രഹം പോലെ അതും നടന്നു. സോ ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ ശരിക്കും സംഭവിച്ചത് ആദ്യത്തെ ഒരു 3-4 ഫോളിങ് ഇൻ ലവ് എല്ലാം പ്രോസസ്സും ആദ്യത്തെ ഒരു 2-3 മാസത്തിലാണ് സംഭവിച്ചത്. ദാറ്റ് വാസ് വെരി നൈസ്. കല്യാണത്തിന്റെ അന്ന് മണ്ഡപത്തില് അവളെ ആങ്സൈറ്റി അടിച്ച് പണ്ടാറടങ്ങി നിൽക്കുമായിരുന്നു. ഞാൻ ഭയങ്കര പ്ലസന്റ് ആയിരുന്നു. പക്ഷെ ഞാൻ കിളി പോയി നിൽക്കുമായിരുന്നു. ഒരാൾക്കും മനസ്സിലാവില്ല അത്. എന്ന് വെച്ചാൽ ഇവള് 3 തവണ തൊട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഹാപ്പി മാരീഡ് ലൈഫ് ഇങ്ങോട്ട് പറയുന്നവരോട് തിരിച്ച് പറയണ്ട. ഞാൻ തിരിച്ചവരോട് പറയുന്നു ഹാപ്പി മാരീഡ് ലൈഫ്. അത്ര കിളി പോയി നിൽക്കുമായിരുന്നു ഞാൻ.